ഹലോ മൈ ഗായ്സ്. മൂട് പോയാൽ എന്താ വണ്ടി പോകണ്ടല്ലോ എപ്പിടി. പക്ഷെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വണ്ടിക്ക് 4 ടയർ ഉണ്ട്. ഞാനൊരു രസികൻ തന്നെ. എന്റെ കോമഡി കേട്ടിട്ട് അനസും ചിരിക്കുന്നുണ്ട്. അതിലാണ് ഞാൻ ചിന്തിച്ചത് സ്വല്പം മ്യൂസിക് ആവാം. സ്വന്തം പെണ്ണല്ലേ നീ, ഇതൊക്കെ കേട്ടിട്ട് നീ ഫാസില ഉണ്ട പോരും. നമ്മൾ ഏതായാലും നെസ്റ്റോക്കാട് പോകും. ആ സെക്യൂരിറ്റിക്കൊക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞിട്ട് അവിടെ പാർക്കിംഗിൽ, എന്നാലും ഓനക്ക് അവിടെ കുത്തിത്തിരിക്കണം. എങ്ങനെ ഉണ്ടോ ഓന്റെ ക്യാപ്പ്? അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ട് പാർക്ക് ചെയ്യേണ്ടി. ഇത് പിന്നെ ഞാൻ പുതിയ ഭാഗ്യം കണ്ണാടിയാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും രസമുണ്ട് കമന്റ്. അങ്ങനെ നെസ്റ്റോന്റെ ഉള്ളിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് പഞ്ചാരന്റെ ഓഫർ. 5 കിലോനെ ഡിവൈഡ് ചെയ്ത് നാട്ടിൽ നിന്ന് മൂസാക്കാനെ പിടിക്കാൻ. മൂസാക്കാന്റെ അടുത്ത് 2 രൂപ കുറവേ. നമ്മളോട് കളി. ചിലയിടത്ത് എല്ലാവരും കൂടി വന്നിട്ട് ഡ്രീം കേക്കിന് ഉണ്ട മറിയാണ്. ഇവിടെ കോട്ടക്കൻ നെസ്റ്റോയിൽ തെമ്മിയും പാപ്പില്ലാത്ത ഡ്രീം കേക്ക് വനാതരായി. അതിലാണ് നമ്മളെ വീഡിയോ എടുത്ത് കണ്ട് 2 വരുന്നത്. നോക്കുമ്പോൾ ആരാ കോട്ടക്കൻ നെസ്റ്റോ വന്നിട്ട് കഴിച്ചില്ല 2 ഇവര്. ചെക്കന്റെ വ്ളോഗ് മൊത്തം ഇവിടെ കയറിക്കാണ്ടുള്ള നേരങ്ങല. കാണാൻ സുന്ദരനാണെങ്കിൽ അതിനുള്ള ബുദ്ധിണ്ടോ എന്ന് ഞാനോ നോക്കട്ടെ. ഇത് പിന്നെ സുന്ദരനായ പീക്കു. അങ്ങനെ അവിടെ ഇറങ്ങിയാണ് നമ്മൾ ചിക്കാഗോ കഫേ കണ്ട് പോകും. കയറുമ്പോൾ തന്നെ ഷവാഴി തിരിയുന്നുണ്ട്. ഇത് ഓനെ കൊണ്ട് പെണ്ണെട്ടിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ വന്നിട്ട് മുഖം പത്തിയല്ല കയ്യേക്കാതെ വന്നിട്ട് വീഡിയോ എടുക്കുന്ന മുഖം പത്തി കളി. സംഗതി ഇൻഡോർ ആയിട്ട് ഡൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വന്നിരുന്നത്. നമുക്ക് ആംബിയൻസ് ആണ്. സുഹൃത്തുക്കളെ ഇതാണ് പ്ലേറ്റ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പ്ലേറ്റ് എന്ന് പറയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയില്ല? വീഡിയോ എഡിറ്റുമ്പോൾ കാണും ബാക്കിൽ മിന്നിലൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ ഷവാഴി വന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കുബൂസും ഷവാഴയും മസാലയും മയോണീസും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചങ്ങ് നോക്കി. സംഭവം അതിബഹുലം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം നിറച്ചും കുറച്ചും കഴിച്ചതിന് ശേഷം സ്വീറ്റ് ആൻഡ് സാൾട്ട് ഒരു ലെമൺ സോഡ അങ്ങ് കുടിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ഫീൽ അങ്ങ് കിട്ടുക. എല്ലാം കഴിഞ്ഞാൽ ജീരകമണി എടുക്കുന്നത് അവന്റെ പതിവ് തന്നെ. അതിലാണ് കുട്ടികളെ 10 രൂപ തന്നത്. ബാലൻസ് കൂടുതലായി പോയി നമുക്ക്. അങ്ങോട്ട് തരാനല്ലേ? അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയും ഇളങ്കാറ്റും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പൊ ചൊർക്കുകൾ കാണി.